ആപാലവർഗം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായം. ഇതിൽ പ്രധാനമായി പറയുന്നത് നരനാരായണന്മാരുടെ ജനനം, ആഹൂതിയുടെ പുത്രന്മാരായ യജ്ഞൻ്റെ ജനനം, ദക്ഷയാഗം എന്നിങ്ങനെ പ്രധാനമായിട്ട് 3 ഉള്ളത്. അതിൽ നമുക്ക് ആദ്യത്തേലേക്ക് പോവാം. ആഹൂതിയുടെ പുത്രന്മാർ, അതായത് ആഹൂതി മൂത്ത പുത്രിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആഹൂതി വിവാഹം കഴിച്ചിരിക്കുന്ന രുചി പ്രജാപതിയാണ്. രുചി പ്രജാപതി അദ്ദേഹത്തിൽ അവർക്ക് ഒരു യജ്ഞൻ എന്നൊരു പുത്രനുണ്ടായി. ഈ യജ്ഞൻ ഭയങ്കര ഭക്തനാണ്. അതിൻ്റെ ഫലമായി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വളരെ ജ്ഞാനിയും വളരെ ഭക്തനുമായി തീർന്ന് അദ്ദേഹത്തിന് അംശാവതാരം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. ഒരുപാട് യജ്ഞങ്ങൾ നടത്തി, സഹസ്രയജ്ഞം നടത്തിയെന്ന് പറയുക. അങ്ങനെ വളരെയധികം പ്രസിദ്ധനായി തീർന്നു. അടുത്ത ജന്മത്തിൽ മന്വന്തരത്തിൽ അദ്ദേഹത്തിന് ദേവേന്ദ്രൻ്റെ സ്ഥാനം ലഭിക്കുകയുണ്ടായി. അത് വളരെയധികം വർണ്ണിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഞാനിവിടെ വർണ്ണിക്കുന്നില്ല. ആ സമയത്തിൻ്റെ പരിധി കൊണ്ട് അങ്ങനെ ചുരുക്കമായി പറഞ്ഞു. അപ്പോൾ പ്രസൂതിയുടെ കഥ നമ്മൾ ആദ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നരനാരായണന്മാരുടെ ജന്മമാണ്. അതായത് ദക്ഷന് 60 പുത്രി ഉണ്ടായി പറഞ്ഞു നമ്മൾ. അതിൽ 10 പേര് ധർമ്മന് വിവാഹം കഴിച്ചുള്ളൂ. ആ ധർമ്മനും മൂർത്തി ദേവിക്കും ഉണ്ടായ പുത്രന്മാരാണ് നരനാരായണന്മാർ. അതെങ്ങനെയുണ്ടായി? ആ കാലഘട്ടത്തിൽ ഒരു അസുരൻ, ഭയങ്കരമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. സഹസ്ര കവചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിന് കാരണം എന്താണ്? 1000 കവചങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് പൊതുവെ വളരെ സ്മാർട്ട് എന്നാണ് അവരുടെ വിചാരം. അവർക്ക് ഈ മരണത്തെ ഭയമാണ്. അതുകൊണ്ട് ഏത് ദേവനെ പറ്റി അവർ തപസ് ചെയ്താലും ആദ്യമായി ആഗ്രഹിക്കുന്ന മരണമില്ലാതിരിക്കാൻ എന്താ വഴി, അതിന് ഉള്ള ഫലങ്ങളാണ് സംഭവിക്കുക. ഈ സഹസ്ര കവചൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം വാങ്ങി. എന്താണ്? തന്നെ കൊല്ലുന്നവൻ ആരായാലും ശരി 1000 കവചങ്ങളെ വെട്ടാൻ കഴിവുള്ള മനുഷ്യനായിരിക്കണം ഒന്ന്. 1000 വർഷം തപസ് ചെയ്താൽ ഇനിയൊരു 1000 വർഷം കൂടി യുദ്ധം ചെയ്താൽ മാത്രമേ അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വരം വാങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് സാധിക്കുന്ന കാര്യമില്ല. 1000 വർഷം തപസ് ചെയ്യുക, പിന്നെ ഒരു 1000 വർഷം യുദ്ധം ചെയ്യുക, ഇത് സാധിക്കുന്ന കാര്യമില്ല. ഈ അഹംഭാവത്തോടു കൂടി എന്ത് ചെയ്തു ചോദിച്ചാൽ, അയാൾ ഇനി ചെയ്യാത്ത അക്രമങ്ങളില്ല. ദേവലോകത്ത് പോയി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ദേവന്മാരെയൊക്കെ പിടിച്ച് കെട്ടുക, ഭൂലോകത്തിൽ വന്ന് എല്ലാവരെയും ചെയ്യുക, ഋഷിമാരെ ഉപദ്രവിക്കുക, യജ്ഞങ്ങളെല്ലാം മുടക്കുക, അങ്ങനെ എല്ലാം കൂടി ചെയ്തിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം പറഞ്ഞ് എല്ലാവരും കൂടി ഭഗവാനെ പോയി പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ശരി, പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ധർമ്മദേവനും മൂർത്തി ദേവിക്കും കൂടി നരനാരായണൻ എന്ന പേരിൽ അദ്ദേഹം ജാതനായി. ഈ നരനാരായണന്മാർ വളരെ ദൈവത്തിൻ്റെ അംശമാണല്ലോ, അവർ അവതാര പുരുഷനാണ്. അദ്ദേഹം അവരെന്ത് ചെയ്തിട്ട് വനത്തിൽ പോയി തപസ് കിടന്ന് 1000 വർഷം തപസ് കഴിഞ്ഞ് വന്ന് യുദ്ധം ചെയ്തു. ഒരു കവചം വെട്ടി. ആ സമയത്ത് മറ്റേ ആള് തപസ്സത്തിന് വന്നു. നരനും നാരായണനും 2 പേരാണ്, ട്വിൻസാണ്. നരൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് നാരായണൻ തപസ്സിന് പോകും, നാരായണൻ യുദ്ധം ചെയ്യുന്ന നരൻ തപസ്സിന് പോകും. ഇങ്ങനെ നരനാരായണൻ മാറി യുദ്ധം ചെയ്ത് 1000 കവചങ്ങളെയും ഇല്ലാതാക്കി. അതിൻ്റെ ഫലമായി അദ്ദേഹം മരിച്ചുപോവുകയും ചെയ്യും. ഇങ്ങനെ ആ നരനാരായണന്മാർ ലോകപ്രസിദ്ധിയായി. ദേവന്മാരും എല്ലാവരും കൂടി അവരെ പുകഴ്ത്തി. ഒടുവിൽ അവർ സന്യാസിയായി വനത്തിൽ പോയി അങ്ങനെ ബദ്രികാശ്രമത്തിൽ ഇരുന്നു എന്നാണ് വിചാരം. അതുകൊണ്ട് ബദ്രികാശ്രമത്തിൽ പോയ നരനാരായണന്മാരുടെ അംശം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞു കേൾപ്പുണ്ട്. അങ്ങനെ നരനാരായണന്മാരുടെ ഇതും യജ്ഞൻ്റെയും പറഞ്ഞു. ഈ യജ്ഞൻ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം യജ്ഞൻ ആഹൂതിയുടെ പുത്രനാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞു, യജ്ഞൻ എന്ന് പറയുന്ന ഈ യജ്ഞം എന്നുള്ള പേര് ഒരുപാട് പ്രാവശ്യം വരും. അതുകൊണ്ടാണ് ഈ എടുത്തു പറയുന്നത്. ഇത് ആഹൂതിയുടെ പുത്രനാണ്. അതായത്
ആ മന്വന്തരത്തിൽ ഉള്ള ആഹുതിക്കും സ്വയംഭൂ സ്വയംഭൂ മനുവിൻ്റെ പുത്രിയാണ്, മൂത്ത പുത്രിയാണ് അവർ. ഇനി നമുക്ക് അടുത്തത് ദക്ഷയാഗമാണ് പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, വളരെ വിസ്തരിക്കാൻ പറ്റാത്ത ഒന്നാണ്, ഒരുപാടുള്ളതാണ് ദക്ഷൻ. ദക്ഷന് ഭയങ്കര ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. ദക്ഷന് ശിവനെ കണ്ടായ ദേഷ്യമാണ്. ഇതിനെന്താ കാരണം? ഒരിക്കൽ പ്രജാപതികളെല്ലാവരും കൂടി ഒരു യജ്ഞം നടത്തി. പ്രജാപതി പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇതാവും. എന്താ ഈ പ്രജാപതി പറഞ്ഞാൽ എന്താ? ഒരുപാട് കുട്ടികളെ, സന്താനങ്ങളുള്ളവരെ പൊതുവെ ആ കാലത്ത് പ്രജാപതികൾ എന്ന് പറയും. അപ്പോൾ ദക്ഷ പ്രജാപതി, അദ്ദേഹത്തിന് ഒരുപാട് കുട്ടികളുണ്ടല്ലോ, 2 ജന്മത്തിലും കൂടെ ഒരുപാട് കുട്ടികളുണ്ടായാളാണ്. അതങ്ങനെ ഈ പ്രജാപതി, രുചിപ്രജാപതി, ദക്ഷപ്രജാപതി ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു യാഗം നടത്തി. ആ യാഗം ദക്ഷനാണ് മുഖ്യ അതിഥിയായിരുന്നു. അപ്പം ദക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ബ്രഹ്മാവിഷ്ണു ശിവൻ ഇങ്ങനെ മഹേശ്വരന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. ദക്ഷൻ വന്ന സമയത്ത് എല്ലാവരും എണീച്ചു നിന്നു. പക്ഷെ ശിവൻ മാത്രം എണീച്ചു നിന്നില്ല. അത് അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. പക്ഷെ ആ സമയത്ത് വലിയ വിവാഹം കഴിഞ്ഞില്ല കേട്ടോ, അതുകൂടെ ആലോചിക്കണം. ആദ്യത്തെ കഥയാണ് പറഞ്ഞതിന്. അതൊരു ദേഷ്യം. അപ്പം ദക്ഷൻ എന്ത് വിചാരിച്ചു? ഓഹോ, ഇനി ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഞാൻ സ്വയം ഒരു യാഗം നടത്താം എന്ന് തീരുമാനിച്ച് അങ്ങനെ ദക്ഷയാഗം നടത്താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് എന്താ സംഭവിച്ചു വെച്ചാൽ, ദക്ഷൻ ഒരു ദിവസം സന്ധ്യാവന്ദനം കഴിക്കുന്ന സമയത്ത് ആ നദിയിൽ ഒരു താമരപ്പൂവിൽ ഒരു സുന്ദരിയായ കുട്ടി കണ്ടു. ഉടനെ ദക്ഷന് വളരെ സന്തോഷമായി ആ കുട്ടിയെ എടുത്തു. അതാണ് ഞാൻ പറഞ്ഞു ദക്ഷന് ഭാര്യയിലുണ്ടായ കുട്ടിയല്ല ഇത് എന്ന് പറയാൻ കാരണം. ആ കുട്ടിയെ എടുത്ത സമയത്ത് വളരെയധികം സന്തോഷപ്പെട്ടു വീട്ടിൽ കൊണ്ടുപോയി. അതിനു മുമ്പുള്ള കുട്ടികളോട് വളർത്തി. പക്ഷേ ഏറ്റവും അധികം സ്നേഹം പങ്കിട്ടത് ഈ കുട്ടിയായിരുന്നു. ഈ കുട്ടിക്ക് പേര് സതി എന്ന് പേരിട്ടു. അങ്ങനെ സതി എപ്പോഴും ശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ശിവനായിരുന്നു എൻ്റെ ഭർത്താവെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രുദ്രൻ അത് മനസ്സിലാക്കി സതീദേവിയെ പല പരീക്ഷണങ്ങളും നടത്തി. പക്ഷേ അതിലൊന്നും അവർ വീണില്ല. എപ്പോൾ നോക്കിയാലും ശിവനെ പറ്റി പറയുള്ളൂ. ശിവനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേഷം വരും. ഒരു സമയത്ത് ഒരു വൃദ്ധൻ്റെ വേഷം ധരിച്ച ശിവൻ അവിടെ പ്രത്യക്ഷമായി പറഞ്ഞു, നീ ഈ ശിവനെ ഈ കാട്ടാളിലാണ്, അയാൾ കാട്ടിലാണ് ജീവിക്കുന്നത്, ശ്മശാനത്താണ് ജീവിക്കുന്നത്, രുദ്രാക്ഷമാണ് ജീവിക്കുന്നത്, ഭസ്മമാണ് ധരിക്കുന്നത്, ചുടല ഭസ്മമാണ് ധരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപമാനിച്ചു. ഇത് കേട്ട സമയത്ത് സതീദേവിക്ക് വളരെയധികം ദേഷ്യം വന്നു. സതീദേവി വളരെ ക്രൂരനായി അവരും എന്തൊക്കെയോ പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സതി നീ പേടിക്കേണ്ട, നീ ഉദ്ദേശിച്ച ആ പരമശിവൻ ഞാൻ തന്നെയാണ്, ഞാൻ ഭർത്താവ് തന്നെയാണ്, ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നന്ദി എന്ന വാഹനം അവിടെ ഉണ്ടായിരുന്നു. ശിവൻ്റെ വാഹനം നന്ദി. ആ നന്ദി അവിടെയുള്ള സമയത്ത് ശിവൻ നന്ദിയുടെ മുകളിൽ കയറി പാർവതിയെ മടിയിൽ വെച്ച് കൈലാസത്തേക്ക് പോയി. ഈ വിവരം ദക്ഷൻ അറിഞ്ഞു. തൻ്റെ മകളെ കൊണ്ടുപോയ പരമേശ്വരനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദക്ഷന് മുമ്പത്തേക്കാളും ദേഷ്യം ഇപ്പോൾ വീണ്ടും കൂടി. ഇനിയാണ് ദക്ഷയാഗത്തിൻ്റെയും എല്ലാം ഞാൻ പറയാൻ പോകണം. നമസ്കാരം.